ഏഷ്യയിലെ ഏക കത്തോലിക്ക രാജ്യമായ ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ വിശ്വാസ സംഗമമായ കറുത്ത നസ്രായന്റെ തിരുനാൾ ജനുവരി 9 ആഘോഷിക്കുന്നു. മനിലയിലെ കിയാപ്പോ ബസിലിക്കയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുരിശേന്തിയ യേശുവിന്റെ രൂപമാണ് കറുത്ത നസ്രായൻ എന്നറിയപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനായി ഫിലിപ്പീൻസിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 16-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ ഒരു അജ്ഞാത ശില്പി ഇരുണ്ട തടിയിൽ നിർമ്മിച്ചതാണ് ഈ തിരുസ്വരൂപം. 1606-ൽ അഗസ്തീനിയൻ മിഷണറിമാരാണ് ഇത് ഫിലിപ്പീൻസിൽ എത്തിച്ചത്. യാത്രക്കിടെ കപ്പലിലുണ്ടായ തീപിടുത്തത്തിലാണ് രൂപത്തിന് കറുപ്പ് നിറം കൈവന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ 1650-ൽ 10-ാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ ഭക്തിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി. എല്ലാ വർഷവും 3 തവണയാണ് ഈ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പുറത്തെടുക്കുന്നത്. പുതുവർഷാരംഭത്തിലും തിരുനാൾ ദിനമായ ജനുവരി 9-നും പിന്നെ ദുഃഖവെള്ളിയാഴ്ചയും. 1787 മുതലാണ് കിയാപ്പോ ദേവാലയം കറുത്ത നസ്രായന്റെ പ്രധാന കേന്ദ്രമായി മാറിയത്. ജനുവരി 9-ന് നടക്കുന്ന പ്രദക്ഷിണം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതാണ്. 2012-ൽ നടന്ന 22 മണിക്കൂർ നീണ്ട പ്രദക്ഷിണം ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദരിദ്രരും സാധാരണക്കാരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ജീവിത കഷ്ടപ്പാടുകളിൽ ആശ്വാസമേകുന്ന സാന്നിധ്യമാണ് കറുത്ത നസ്രായൻ. തോളിൽ കുരിശേന്തിയ യേശുവിന്റെ രൂപം തൊട്ടു വണങ്ങുന്നതിലൂടെ രോഗശാന്തിയും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. നഗ്നപാതരായി കിലോമീറ്ററുകളോളം നടക്കുന്ന ഈ പ്രദക്ഷിണം ഫിലിപ്പീൻസിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ തീക്ഷ്ണത വിളിച്ചോതുന്നതാണ്.